ഇപ്പോൾ ഉണ്ടെങ്കിൽ ദീപ്തി കല്യാണിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ കണക്ക് താനുണ്ട് ഈ കുനിയുമ്പോഴൊക്കെ ആൾക്കാർ നോക്കുന്നു, എന്നിട്ട് അതിനെപ്പറ്റി കമൻസ് ഒക്കെ പറയുന്നുണ്ട്. സ്വന്തം അമ്മയെ പെങ്ങളെ ഇതേ കണക്ക് കുനിയുമ്പോഴത്തേക്ക് നോക്കി വലിയ കമൻസ് ഒക്കെ പറയാറുണ്ടോ. സോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു പ്രശ്നവും ഇല്ല, ഇത് ആണുങ്ങളെയൊക്കെ നോക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ജന്മനെ അവർക്ക് ഇത് കിട്ടുന്നുള്ളൊരു സംഭവം തന്നെയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാർ ഇതേ കണക്ക് അവർ പറയുന്നില്ല പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരെ പോലുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഭയങ്കര പാട് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ബാക്കിയുള്ളവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവരെ പോലത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു കാരണമുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവർക്ക് പേരുദോഷമൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്നതൊക്കെ കാണുന്നതായിരിക്കും. അങ്ങനെയൊക്കെ കാണുന്നവർക്കുണ്ടെങ്കിൽ ഇത് കണക്ക് പെട്ടെന്നുണ്ടെങ്കിൽ അവരെ പോലത്തുള്ള ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമൊന്നും കാണത്തില്ല. അത് തന്നെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇവരോടുള്ള ഒരു അപ്രോച്ചിനെ ഭയങ്കര മോശമായിട്ട് ആക്കുന്നുണ്ട്. അതേ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ദീപ്തി ഇതേ കണക്ക് ചെയ്യുന്നത്. ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇതേ കണക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആളുകൾക്ക് അവരോടുള്ള ഇതേ കണക്കുള്ള പ്രശ്നം കൂടി കൂടി വരത്തേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെ അവർക്കൊണ്ട് ഇഷ്ടത്തിനായുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്.